ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചിക്കൻ സൂപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഏകദേശം ഒരു 100 ഗ്രാം ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. കറി വെക്കാൻ വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഏകദേശം ഒരു 1/2 കപ്പോളം വീതം ബീൻസ്, ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ചിക്കൻ പീസസ് നമുക്കൊന്ന് വേവിച്ച് എടുക്കണം. ഏകദേശം ഒരു 30 മിനിറ്റ് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചാൽ മതി. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് അടച്ച് വെച്ച് 30 മിനിറ്റ് ഒന്ന് വേകട്ടെ. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ വെന്തിട്ടുണ്ടാകും, കാരണം 30 മിനിറ്റ് മതി ഇതിൻ്റെ കുക്കിംഗ് ടൈം. ചിക്കൻ സാധാരണ 30 മിനിറ്റ്, 25 തൊട്ട് 30 മിനിറ്റാണ് കുക്കിംഗ് ടൈം. ഇതൊന്ന് എടുത്ത് നോക്കുക. അപ്പം എല്ലാം വെന്തിട്ടുണ്ട്. ഈ പീസ് തന്നെ എടുക്കണമെന്നില്ല. ചിക്കൻ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഫ്ലഷുള്ള ഭാഗം എടുക്കാം. ഞാനിപ്പം കൂടുതലും എല്ലുള്ള പാർട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ആ ചിക്കൻ വേവിച്ച വെള്ളം, അതിൻ്റെ സ്റ്റോക്കൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. അതേ പാനിലോട്ട് തന്നെ ഞാനിപ്പോൾ ഏകദേശം വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം ചേർത്തേക്കുന്നത് സവാളയാണ്. ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്തേക്കുവാണ്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ലത്, ഒന്നുകൊണ്ട് നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഏത് പച്ചക്കറികളാണോ അവൈലബിൾ അതിട്ട് കൊടുക്കാം. മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഫ്ലെയിം ഹൈ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിത് കൈകൊണ്ട് തന്നെ ചിക്കനകത്തുനിന്ന് എടുത്ത് മാറ്റിയ പീസസാണിത്. ഇതിങ്ങനെ കൈകൊണ്ട് ചുമ്മാതെ എടുത്ത് മാറ്റിയാൽ മതി. കുറച്ചുകൂടെ ഫ്ലഷുള്ള പാർട്ടാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കണ്ടേനെ. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചില്ലേ, അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ ഇതിലോട്ട് ഉപ്പോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആദ്യം ചേർത്ത കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. ചിക്കൻ ക്ലിയർ സൂപ്പൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ പച്ചക്കറികളൊന്നും ഇത്രയും ചേർക്കണ്ട. ആദ്യമേ ഉള്ളി വഴറ്റിയിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആ ചിക്കൻ്റെ കുറച്ച് പീസും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ ക്ലിയർ സൂപ്പാവും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞു. ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഒരു കട്ടിയാവാൻ വേണ്ടിയിട്ട് ഞാൻ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ക്ലിയർ സൂപ്പാണ് വേണ്ടതെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ചൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും സൂപ്പാകുമ്പോൾ ഒരുപാടങ്ങ് കുറുകണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് കുരുമുളകും സോസും ഒക്കെ കഴിക്കാൻ നേരത്ത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സൂപ്പ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും.